പണ്ട് മോഹൻലാൽ രഞ്ജിനിയോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് അവർ തമ്മിൽ നല്ല കെമിസ്ട്രി വർക്കൗട്ടായ ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ അകൽച്ച ഉണ്ടാവും. ഒന്നും വേണ്ട, ലാലേട്ടൻ പണ്ടത്തെ പോലെ ഒന്ന് ചിരിച്ചും കളിച്ചു വന്ന് നിന്നാൽ മതിയായിരുന്നു. ലാലേട്ടന്റെ പേരെങ്ങും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഇവർ ആഗ്രഹിക്കുന്ന അതാണ്. മോഹൻലാലാണോ ഈ 15 കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ? ഒരു നടി ആക്രമിക്കപ്പെട്ടില്ലേ? നടി ആക്രമിക്കപ്പെട്ടു. ഈ പറയുന്ന രീതിയിൽ ഭീകരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടില്ല എങ്കിൽ 1-2 ദിവസം കഴിഞ്ഞോടനെ ഈ പറയുന്ന പ്രശസ്തയായിട്ടുള്ള നടി എങ്ങനെയാണ് ഷൂട്ടിന് പോയത്? പുരുഷന്മാർ പീഡനം അനുഭവിക്കുന്നില്ലേ? അതെന്തേ പുറത്തു വരുന്നില്ല? വൺ സൈഡ് മാത്രം എന്താ പോകുന്നത്? സ്ത്രീകളുടെ പീഡനം, അതൊരു തൊലി വെളുത്തൊരു പെണ്ണാണെങ്കിൽ അതിന്റെ പുറകെ മാധ്യമങ്ങളും എല്ലാവരും പോകും. യഥാർത്ഥം പറഞ്ഞ ദിലീപാണ്. മറ്റുള്ളവർക്കൊന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കംപ്ലീറ്റ് നഷ്ടപ്പെട്ടത് ദിലീപിന് തന്നെയാണ്. ദിലീപിന് എന്താ നഷ്ടപ്പെട്ടത്? എന്താണ് നഷ്ടപ്പെടാത്തത്? ദിലീപിന് സിനിമയില്ലേ? ദിലീപിന് പുതിയ കുടുംബമില്ലേ? ദിലീപിന് മക്കളില്ലേ? വേറെ കുറച്ച് പേര് ചേർന്ന്, ഫെമിനിസ്റ്റുകൾ ചേർന്ന്, ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള മഞ്ജു വാര്യർക്ക് അതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള തലയിൽ കണ്ണട വെച്ച അന്നത്തെ ടീമുകളെല്ലാം കൂടി ചേർന്ന് വേറെ റൂട്ട് പിടിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഫെമിനിസ്റ്റുകളുടെ ലക്ഷണമാണോ തലേ കണ്ണാടി? അന്നത്തെ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ലക്ഷ്യം ഫെമിനിസം നല്ലതാണ്. പക്ഷെ ഇവര് ഉദ്ദേശിക്കുന്ന ഫെമിനിസം പുരുഷന്മാരെ അടിച്ചമർത്തുക, അവർക്കെതിരെ എങ്ങനെ പണി കൊടുക്കാം, ഇങ്ങനെയുള്ള പറഞ്ഞ പെണ്ണുങ്ങളാണോ പ്രശ്നക്കാരും? സംശയമുണ്ടോ? പെണ്ണിനെ എവിടെ സ്വാതന്ത്ര്യം കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ടോ അവിടെ നശിപ്പിച്ചില്ലേ മാറും. കേരളക്കരയാകെ ചർച്ചാ വിഷയം ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്. സിനിമാ മേഖലയിലെ ആൺമേൽക്കോയ്മ, സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. 3ാം തവണയാണ് നമ്മൾ വീണ്ടും. അതെ, തീർച്ചയായിട്ടും. സിനിമാ മേഖലയിലുള്ള ആണുങ്ങളൊക്കെ തനിനിറം പുറത്തു വന്നിരിക്കുന്നു. എന്ത് പുറത്തു വന്നു? പെൺ ശരീരത്തിന് വേണ്ടി വാതിലുകളിൽ മുട്ടി വിളിക്കുന്നു, വാതിലുകൾ ചവിട്ടിപ്പൊളിക്കുന്നു, വഴങ്ങാൻ തയ്യാറാത്തവർക്ക് വേണ്ടി ഇന്റിമേറ്റ് സീനുകൾ പ്രത്യേകം എഴുതി പിടിപ്പിക്കുന്നു, ലിപ് ലോക്കിന്റെ പേരിൽ ചുണ്ട് കടിച്ചു പൊട്ടിക്കുന്നു, വഴങ്ങിക്കൊടുക്കാത്ത നായികമാരുടെ അമ്മമാരായാലും മതി എന്ന് പറയുന്നു. എന്തൊക്കെയാടാ ഈ നാട്ടിൽ നടക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. അമ്മമാരും മകളും എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും പോയി കാണുന്നത് ഈ നടികളുടെ അല്ല, നടന്മാരുടെ അല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ ഡയറക്ടർമാരോടായാലും എല്ലാവരും നല്ലവരായിരിക്കണമെന്നില്ല. നമ്മുടെ കമൽ സാർ ഡയറക്ടർ, മുൻനിരയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സെറ്റിൽ നിന്ന് ഒരു അമ്മയും മകളെയും ഇറക്കി വിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? എന്തിനാ? ആ അമ്മയും മകളും വന്നിട്ട് ആ അമ്മ പറയുകയാണ്, സാറിനും എന്ത് വേണേലും ആവാം എന്ന് പറഞ്ഞാൽ ഡയറക്ടറായ കമൽ സാറിനും പ്രൊഡ്യൂസർക്കും എന്ത് വേണേലും ആവാം, എൻ്റെ മകളെ സിനിമയിൽ മുൻനിര നായികയാക്കണം. ഈ ഒരൊറ്റ ആവശ്യമായിരുന്നു അവർക്ക്. അവർ ഈ രണ്ടുപേരെ മുൻനിർത്തി പറഞ്ഞുവെങ്കിലും അല്ലെങ്കിൽ ആ സെറ്റിലുള്ള അല്ലെങ്കിൽ അടുത്ത സിനിമയിലെ കൺട്രോളർ മുതൽ പ്രൊഡക്ഷൻ മാനേജർ ഉൾപ്പെടെയുള്ള ആരുടെ കൂടെയും എന്തിനും തയ്യാറായിട്ടാണ് വന്നത്. അപ്പോൾ ഈ അമ്മമാരും മക്കളും അല്ലേ ഈ പ്രശ്നത്തിന് കാരണക്കാർ? ഈ പറഞ്ഞ അമ്മയും മകളും കമൽ സാറ് ഈ പറഞ്ഞതുപോലെ അനുസരിച്ചു വന്ന് വയ്ക്കുക. എന്നിട്ട് ഒരു നല്ലൊരു സിനിമയിൽ അടുത്ത നായികയായിട്ട് ഇവൾക്ക് ചാൻസ് കൊടുത്തു. അതൊരു 10 വർഷം കഴിഞ്ഞു, 10-20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രഞ്ജിനിയൊക്കെ പറഞ്ഞതുപോലെ ഇതേപോലെ പറയും. കമൽ ഇതേപോലെ വാതിൽ മുട്ടി, അങ്ങനെയാണ് ഞങ്ങൾ വാതിൽ തുറന്നു കൊടുത്തതെന്ന് പറയും. ഇതാണ് നടക്കുന്ന സംഭവം. ഫിലിം ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഫിലിം ഫീൽഡിലുള്ളവരും സീരിയൽ ഫീൽഡിലുള്ളവരുമായിട്ടുള്ള ബന്ധം എനിക്ക് 20 വർഷം കൊണ്ടറിയാം. താങ്കൾക്ക് ഇത് പറയാൻ അവകാശമുണ്ട്, കാരണം താങ്കൾ സീരിയൽ മേഖല. തീർച്ചയായിട്ടും സീരിയൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നീട് സീരിയൽ നമുക്ക് പറ്റിയ ഒരു വേഷമല്ല, ഒരു മേഖലയല്ല. കാരണം ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റിന് ഒരിക്കലും ഈ റൂട്ടിലുള്ള ഒരു വേഷം ചെയ്യാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ ഞാൻ ആ ഫീൽഡ് വിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഞാൻ പറയാമല്ലോ. അവസാനമായിട്ട് ഞാൻ ചില്ലുവിളക്കുകൾ എന്ന് പറയുന്ന ശാന്തിവിള ദിനേശ് സാറിൻ്റെ സീരിയലിലാണ് വർക്ക് ചെയ്തത്. അവിടെ അത് ലെനയാണ് അതിൻ്റെ മുഖ്യ വേഷം ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ അദ്ദേഹം എന്ത് പക്കയായിട്ടാണെന്നോ പെരുമാറിയത്. അദ്ദേഹത്തിൻ്റെ സെറ്റിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അപ്പോൾ എല്ലാ മേഖലയിലും നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അപ്പോൾ നല്ല ആണുങ്ങളും ചീത്ത ആണുങ്ങളും ഉണ്ട്. ചില സെറ്റുകളിലൊക്കെ ഇത് സംഭവിക്കില്ല. വഴങ്ങി കൊടുക്കാൻ തയ്യാറാകാതെ അഭിനയിക്കണമെന്ന മോഹവുമായി മാത്രം വരുന്ന പെൺകുട്ടികളുടെ വാതിൽ തട്ടുന്നവരും ഉണ്ടായിരിക്കില്ലേ? തള്ളിക്കളയാൻ പറ്റുമോ? അതിനുള്ള സാഹചര്യം ഇവരല്ലേ കൊടുക്കുന്നത്? അതെങ്ങനെയാ സാഹചര്യം ഒരുക്കുന്നത്? അത് പിന്നെ എങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, അതിനുള്ള ഞാനോ രോഹിത്തോ ഒരു പെൺകുട്ടിയുമായിട്ട് പരിചയപ്പെട്ട ഉടനെ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ ഉടനെ അവളുടെ വാതിൽ പോയി മിട്ടോ? ഇല്ല. അതിന് ഒരുപാട് സംസാരിച്ച് അതിൽ അവൾ ഇങ്ങോട്ട്, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നാൽ പോലും ഞാൻ അറ്റൻഡ് ചെയ്യില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്.
പക്ഷേ അത് രോഹിതോ അല്ലെങ്കിൽ വേറൊരു നമ്മുടെ നിൽക്കുന്ന ഇവിടെ ക്യാമറാമാനോ ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ട് അവളൊരു എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കൃത്യമായിട്ടും അതിൽ വീണു പോകും. നോക്കിയൊന്ന് ചിരിച്ചാൽ, അടുത്തൊന്ന് ഇടപഴകിയാൽ, ദേഹത്തൊന്ന് സ്പർശിച്ചാൽ അത് സെക്സ് ചെയ്യാനുള്ള ക്ഷണമായിട്ട് തോന്നൂ. എല്ലാവർക്കും മനസ്സിലാകും, ആരും മന്ദബുദ്ധികളല്ല. പിന്നെ ഇവിടെ ഡോറിൽ തട്ടി എന്ന് പറയുന്നത് ഇവരാണ് പറയുന്നത്, മറുഭാഗം കേട്ടിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ വൺ സൈഡാണ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകളെ മാത്രം അവരുടെ വാക്കുകൾ മാത്രം കേട്ടാണ് സംസാരിച്ചിട്ടുള്ളത്, അതിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. എന്തേ മറുഭാഗം ചോദിക്കാത്തത്? അതുകൊണ്ടാണ് ഹേമ പറഞ്ഞത്, അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പുറത്ത് വിടണ്ട എന്ന് പറയാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നടിമാർ പറഞ്ഞിട്ടുള്ളതിൽ ഭൂരിഭാഗവും കള്ളമാണ് എന്നുള്ള അവർക്ക് മനസ്സിലായത് കൊണ്ടാണ്. ഇങ്ങനൊന്നും ഇല്ലേ? എവിടെന്ന് ഇതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവാം. അതിന് ഇതിപ്പോ ഈ രഞ്ജിനെ പോലുള്ളവർ സീനിയർ നടിമാരാണ് ഈ ചെയ്തിട്ടുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫീൽഡ് ഔട്ട് ആയവരാണ് ഈ ചെയ്തിട്ടുള്ളത്, ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഭൂരിഭാഗം പേരും. അല്ലാതെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവർക്കെന്ന് പറഞ്ഞാൽ പണ്ട് മോഹൻലാൽ രഞ്ജിനിയോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് അവർ തമ്മിൽ നല്ല കെമിസ്ട്രി വർക്കൗട്ടായ ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ അകൽച്ച ഉണ്ടാവും. ഒന്നും വേണ്ട, ലാലേട്ടൻ പണ്ടത്തെ പോലെ ഒന്ന് ചിരിച്ചും കളിച്ചു വന്ന് നിന്നാ മതിയായിരുന്നു. ലാലേട്ടന്റെ പേരെങ്കിലും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് ഇവർ ആഗ്രഹിക്കുന്ന അതാണ്. നമുക്കതൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ എന്ത് പറയാൻ പറ്റാത്തത്? രഞ്ജിനിയെ പോലെ ഇവർ പഴയകാല നടിമാർ ഈ റിപ്പോർട്ട് കൊടുത്തതിന്റെ കാരണം പുതുമുഖങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ, ഇപ്പോൾ ഫീൽഡിലുള്ളവർ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് സാമാന്യം ബോധമുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പഴയ ആൾക്കാരാണ് കൊടുത്തിരിക്കുന്നത്. അന്നത്തെ ആ ഒരു അവരുടേതായിട്ടുള്ള ഒരു ബന്ധം ഇന്നില്ല. അല്ല, ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരു നടിയുണ്ട്. ആ നടി ആരാണെന്ന് നമുക്ക് ഇതുവരെ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റില്ല? ന്യൂസിൽ വരെ പറഞ്ഞല്ലോ, WCCയുടെ ആളായിട്ടിരുന്നു, പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നു. അത് മഞ്ജു വാര്യരിലേക്കാണ് വിരലുകൾ നീണ്ടുപോകുന്നത്. WCC ഉണ്ടാക്കിയ ആദ്യത്തെ ആള് അദ്ദേഹം തന്നെ. പക്ഷെ അവര് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സംഭവം അവരുടെ അറിവിലില്ല എന്നാണ് പറയുന്നത്. അവരെ നമ്മള് ഈ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും വലിച്ചേറി ഒട്ടിച്ചോണ്ടിരിക്കുക. അല്ല, ഇന്ന് ഞാനിപ്പോ ട്രെയിനിൽ ഇങ്ങോട്ട് വന്ന സമയം ഞാൻ ന്യൂസ് 80 അവരുടെ ഇന്നലത്തെ ഒരു പ്രോഗ്രാം കണ്ടായിരുന്നു. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ഒരുപാട് തേജോവധം ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. കാരണം ദിലീപ് വിഷയം എന്ന് പറഞ്ഞാൽ പൾസർ സുനിയും ഒരു ആക്രമണം നടന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അവിടെ തിരികൊളുത്തിയിട്ട ആളെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരാണ് ആ കേസ് റൂട്ട് തിരിച്ചുവിട്ടത്. കാര്യം പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നു, ചാർജ് ഷീറ്റ് വരെ കൊടുത്തതിന് ശേഷമാണ് ഇത് ദിലീപിലേക്ക് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഇര ഇട്ട് കൊടുത്തത് ഇവരാണ്, മഞ്ജു വാര്യരാണ്. എന്നിട്ട് മഞ്ജു വാര്യർ WCC മായിട്ടൊക്കെ പോയി ഈ അതിജീവിതയെ സംരക്ഷിക്കുന്ന രീതിയിലൊക്കെ പോയി അവസാന ഘട്ടം പതുക്കെ സ്കൂട്ടായി. എന്തുകൊണ്ട് സ്കൂട്ടായി? അങ്ങനെ സംഭവം ഇല്ല. ഏതില് അങ്ങനെ സംഭവം ഉണ്ടായിട്ടാണല്ലോ അവരതിൽ നിന്നത്. എന്താണ് ഉണ്ടായത്? ഒരു നടി ആക്രമിക്കപ്പെട്ടില്ലേ? നടി ആക്രമിക്കപ്പെട്ടു. ഈ പറയുന്ന രീതിയിൽ ഭീകരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടില്ല എങ്കിൽ 1-2 ദിവസം കഴിഞ്ഞോടനെ ഈ പറയുന്ന പ്രശസ്തയായിട്ടുള്ള നടി എങ്ങനെയാണ് ഷൂട്ടിന് പോയത്? അയ്യോ, അങ്ങനെ പറയരുത്. ചെറുതോ വലുതോ ഒരു സ്ത്രീക്ക് നേരെയുള്ള ആക്രമണം ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതിനെ തള്ളിക്കളയുന്നല്ല ഞാൻ പറയുന്നത്. അതങ്ങ് എന്താ പറയാ, അങ്ങനെ നടക്കാൻ പാടുണ്ടെന്നുള്ള രീതിയിലല്ല പറയുന്നത്. അപ്പൊ ഈ ക്രൂരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള എന്ന് പറയുമ്പം ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ നടക്കുന്നില്ലേ? ഇവിടെ പുരുഷന്മാർ പീഡനം അനുഭവിക്കുന്നില്ലേ? അതെന്തേ പുറത്തു വരുന്നില്ല? ഈ വൺ സൈഡ് മാത്രം എന്താ പോകുന്നത്? സ്ത്രീകളുടെ പീഡനം, അതൊരു തൊലി വെളുത്ത ഒരു പെണ്ണാണെങ്കിൽ അതിന്റെ പുറകെ മാധ്യമങ്ങളും എല്ലാവരും പോകും. തൊലി വെളുത്ത പെണ്ണ് എന്നല്ല, സ്വാഭാവികമായും രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും നമ്മൾ ഇല്ലാത്ത ചില പ്രിവിലേജുകൾ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ ഒന്നും ആർക്കും തൊടാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും ഉന്നതമായി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും സാമ്പത്തികമായും ഒക്കെ ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് പോലും ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഭീകരത വലുതല്ലേ? അപ്പോൾ അത് അഡ്രസ് ചെയ്യപ്പെട്ടില്ലേ? എങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പൊ പറഞ്ഞ വാക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഈ പറയുന്നത് ഈ പ്രശസ്തയായിട്ടുള്ള നടിക്ക് സാമ്പത്തികവും സാമൂഹികമായി ഉന്നമനത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇവരെ തട്ടിക്കൊണ്ട് പോയത് ആരാണ്? പൾസർ സുനിയല്ലേ? പൾസർ സുനിയെ ഈ നടിക്ക് അറിയില്ലെന്നാണോ പറയുന്നത്? അറിയാം. അതാണ് ഞാൻ പറയുന്നത്. ഇവരുടെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന ആളാണ്, ഇവരെ നല്ലതുപോലെ അറിയാവുന്നവരാണ്, അല്ലാതെ അറിയാൻ പാടില്ലാത്ത ഒരാളൊന്നും അല്ല. അറിയാൻ പാടില്ലാത്ത ആളോ അറിയാവുന്ന ആളോ ആട്ടെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. ആ പീഡനം കുറ്റകരമല്ല എന്നാണ് താങ്കൾ പറയുന്നത്. കുറ്റകരമല്ലെന്നല്ല, അത് മറ്റുള്ളതിനോട് ഉപമിക്കുകയാണ്. നോക്കൂ, ഒരു സിനിമാ താരത്തെ പോലും ഇങ്ങനെ ചെയ്യാൻ മാത്രം ധൈര്യം ഇവിടുത്തെ ആൺവർഗത്തിന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പേടിപ്പിക്കുന്നതല്ലേ? അത് നമ്മളെ പിന്നീടുള്ള കാര്യങ്ങൾ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ പൾസർ സുനി ഒരാളെ മാത്രമല്ല ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതെന്നാണ് പിന്നീട് നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കാശിന് വേണ്ടിയിട്ട്
കാശിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അതിൽ പിന്നെ ദിലീപിനെയൊക്കെ വലിച്ചഴിച്ച് ദിലീപ് യഥാർത്ഥ ഇര ദിലീപായി. ഇര യഥാർത്ഥം പറഞ്ഞ ദിലീപാണ്. മറ്റുള്ളവർക്കൊന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കംപ്ലീറ്റ് നഷ്ടപ്പെട്ടത് ദിലീപിന് തന്നെയാണ്. ദിലീപിന് എന്താ നഷ്ടപ്പെട്ടെ? എന്താണ് നഷ്ടപ്പെടാത്തത്? ദിലീപിന് സിനിമയില്ലേ? ദിലീപിന് പുതിയ കുടുംബമില്ലേ? ദിലീപിന് മക്കളില്ലേ? ദിലീപിന് എന്താ നഷ്ടപ്പെട്ടെ? എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ദേ പുട്ടെന്നൊക്കെ പറയുന്നതൊക്കെ അടിച്ചു നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായിട്ട് കോടികളാണ് അദ്ദേഹത്തിന് നഷ്ടം വന്നത്. ആ ദിലീപിനെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിട്ടാണല്ലോ പോലീസ് കേസെടുത്ത്, അല്ലെങ്കിൽ ദിലീപിനെ പോലെ പ്രമുഖരെതിരെ പോലീസ് കേസെടുക്കൂ? അത് വേറൊന്നുമല്ല. ഈ എന്താണ് തെളിവ്? ഇതേവരെ കോടതിയിൽ ഒരു തെളിവ് സമർപ്പിക്കാൻ പറ്റും. കോടതി വിധി വരട്ടെ, വിധി വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി അല്ല, എന്താ ഈ അനന്തമായിട്ട് വിധി ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം? 7 വർഷം ഒരു കേസ്, 7 വർഷം. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ദിലീപിന്റെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ചോദ്യം ചെയ്യുന്നു, ഒരു നടപടി ഉണ്ടാവണ്ടേ? ഇതെല്ലാം മാധ്യമങ്ങളുടെ പുറകെ ദിലീപിനെതിരെ സാക്ഷിമൊഴികൾ വന്നുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. ദിലീപിനെതിരെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ താരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ട് ദിലീപിന് ഉന്നത ബന്ധങ്ങളുള്ള നിയമസഭയിലിരിക്കുന്ന MLA-മാർ പോലും അത്രത്തോളം അടുപ്പമുള്ള, ചേട്ടാന്ന് വിളിക്കാൻ ബന്ധമുള്ള ദിലീപിനെ സംരക്ഷിക്കാൻ അവര് ഇറങ്ങാഞ്ഞെന്താ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നല്ലോ. അതാ പറയുന്നത്, അതാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യില്ല. അപ്പൊ അവിടെ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. അവിടെ അന്ന് DGP ആയിരുന്നത് സെൻകുമാറാണ്. സെൻകുമാറും ഈ കേസിൽ അന്വേഷണത്തിന്റെ തലപ്പത്തിരുന്നത് ഒരു ലേഡി IPS ഉദ്യോഗസ്ഥയാണ്. ഇവര് തമ്മിലുള്ള പോരാണ് അവിടെ അറസ്റ്റിലേക്ക് വന്നത്. ആ പോര് അവിടെ നടക്കാതിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇവർ തമ്മിലുള്ള പോട്ടിയാണ്. ഇവർക്ക് മേലെ ആഭ്യന്തരം ഭരിക്കുന്ന മന്ത്രി ഉണ്ടായിരുന്നില്ലേ? മന്ത്രി ഉണ്ടെങ്കിലും മന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ. കാര്യം അന്ന് സർക്കാരിനെ ഏറ്റവും കൂടുതൽ വലിച്ചുകീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സർക്കാരിന് മുഖം രക്ഷിക്കണം, അത്രേ ഉള്ളൂ. അതിനൊരു ഇര ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നത് തന്നെ യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ചീഞ്ഞളിഞ്ഞ് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഭരണം ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതിനൊരു സംഭവം എല്ലാം കൂടി ഇട്ട് കൊടുത്തു, കത്തി കയറി. ഇട്ടുകൊടുത്തപ്പം കയറി പിടിച്ചത് ഡിപ്പാർട്ട്മെന്റിൽ അല്ല, ഈ ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരോപണമല്ലേ? അദ്ദേഹം KV ഗണേഷ് കുമാറിന്റെ ആരോപണം വന്നിട്ടുള്ളൂ. ഇതുവരെ അദ്ദേഹം ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഒതുക്കി വിട്ടൊരു നടനെ സീരിയലിൽ പോലും അഭിനയിപ്പിക്കാതെ പുറത്താക്കിയത് ആത്മയുടെ പ്രസിഡന്റ് ആണെന്ന്. ആത്മയുടെ പ്രസിഡന്റ് അന്നും ഇന്നും KV ഗണേഷ് കുമാറാണ്. ഞാൻ ഒരു കാര്യം പറയാമല്ലോ. ഇവിടെ പറയുന്ന ഒരുപാട് പേർക്ക് ഇന്നലെ ഞാൻ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കണ്ടു. നീലഗിരി സിനിമയിൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച അഞ്ചു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ഫിലിം ഫീൽഡിൽ നിന്ന് ഔട്ടാക്കിയത് മമ്മൂട്ടിയാണെന്നാണ്. ഞാൻ പറയട്ടെ, നല്ലതിനെ ഇപ്പൊ മമ്മൂട്ടിയുടെ സെറ്റ് എന്നൊക്കെ പറഞ്ഞ സൈലന്റ് ആണ്. അവിടെ ഒരു തരികിട പരിപാടി നടക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും തരികിട കാണിക്കുന്നെങ്കിൽ അവരെ പുറത്താക്കും. കാരണം എന്ന് വെച്ചാൽ കോടികൾ വെച്ചുള്ള കളിയാണ്. പ്രൊഡ്യൂസറുടെ കാശ് നോക്കണം. അവിടെ ഒരുപാട് പേരുടെ ഈ വർക്കും മറ്റു കാര്യങ്ങളിലും ഒരു സ്ത്രീ അവൾ മോശക്കാരിയാണെന്ന് കണ്ടാൽ, അവളെയും വെച്ചുകൊണ്ട് ഇവിടെ ഷൂട്ട് നേരെ പോകില്ല എന്ന് കണ്ടാൽ അവിടെ നിന്ന് മാറ്റും. ചുരുക്കം പറഞ്ഞ പെണ്ണുങ്ങളാണോ പ്രശ്നക്കാർ? സംശയമുണ്ടോ? പെണ്ണിനെ എവിടെ സ്വാതന്ത്ര്യം കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ടോ അവിടെ നശിപ്പിച്ചില്ലേ മാറും. ഇത് 4.5 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിന് മുമ്പോട്ടുള്ള കഥയാണ്. 4.5 വർഷങ്ങൾക്ക് ഇപ്പുറം സിനിമ മൊത്തത്തിൽ മാറി. ഈ പണ്ട് തന്തവൈവി കളിച്ചുകൊണ്ടിരുന്ന കളി ഇപ്പൊ പിള്ളേർ മാറ്റിപ്പിടിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് രാവിലെ ഞാനൊരു സിനിമാ പ്രവർത്തനം വിളിച്ചു, എന്റെ ഒരു സുഹൃത്താ. ഹലോ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി എന്താ അഭിപ്രായം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ ചോദിച്ചപ്പോ എടുത്ത വേല പുള്ളി പറഞ്ഞ എന്താണെന്നറിയോ? നീ ഒന്ന് വെച്ചിട്ട് പോകാൻ നോക്ക്, രാവിലെ ഷൂട്ടുണ്ട്, പിന്നെ ഒരു ഹേമ കമ്മീഷൻ, ഇവിടെ പെണ്ണുമില്ല ആണുമില്ല, ഞങ്ങളിതാ ഇവിടെ വൈ പഠിച്ച് സിനിമ ഷൂട്ട് ചെയ്തു, അവരൊന്നും ഇത് ബാധിക്കുന്നില്ലെന്നേ. നിങ്ങൾ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റിനോട് ഞാൻ താങ്കളോട് യോജിക്കുകയാണ്. ഈ ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതായത് ഇപ്പോഴത്തെ കാലത്തിനൊത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ടും ഈ മഞ്ജുവാരർ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അറിയോ? മഞ്ജുവാരർക്ക് അന്നും പടമുണ്ട്, ഇന്നും പടമുണ്ട്. മഞ്ജുവാരരുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി സംവിധായകർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അവർ വളരെ സെലക്റ്റീവ് ആയതുകൊണ്ടാണ് പടങ്ങൾ ഇറങ്ങുന്നതിന്റെ എണ്ണം കുറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു കാലഘട്ടത്തിന് ശേഷം തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ അവരനുസരിച്ച് അപ്ഡേറ്റഡ് ആയി. അവർ ശാരീരികമായി അധ്വാനിച്ചു, അവരുടെ സൗന്ദര്യം നിലനിർത്തി, അവരുടെ കഴിവ് നിലനിർത്തി. മഞ്ജുവാരെ സംബന്ധിച്ചോളം അഭിനയിക്കാൻ അറിയാവുന്ന നടി തന്നെയാണ്. സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാകും. അതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്തെടുത്തു. ഇപ്പോഴും മഞ്ജുവാരെ കണ്ടാൽ ഒരു 30 വയസ്സുള്ള ഒരു നായികയുടെ രീതിയിൽ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് അവർക്ക് അവസരം കിട്ടുന്നത്. അല്ലാതെ ഇവർ പറയുന്നതിനോട്ട് WCC നിന്ന് മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തതുകൊണ്ടോ അവരെ ആരും സംരക്ഷിക്കുന്നില്ല. മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യർ മൂന്നും ഈ ഒരു കഥയിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് മലയാള സിനിമ ഒരു സമയത്ത് വന്നിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളും അവിടെ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള പുരുഷന്മാരെ ഇപ്പൊ കൊല്ലം തുളസി പറഞ്ഞൊരു കഥ ചേട്ടൻ കേട്ടായിരുന്നു? കേട്ടു. എങ്ങനെ കഥ? കേട്ടു, അതൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലം തുളസിയെ തടവാൻ പോയ പ്രൊഡ്യൂസർ ആണല്ലേ? ഇത് പണ്ട് കാലത്തുള്ള കാര്യമാണ് പറയുന്നത്, വർഷങ്ങൾക്ക്. കൊല്ലം തുളസി, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഇതിലും നല്ലതും ചീത്തയും ഉണ്ട്. ഇപ്പൊ മഞ്ജു വാര്യരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്. മഞ്ജു വാര്യർ WCC സ്റ്റാർട്ട് ചെയ്യാൻ അവരുണ്ടായിരുന്നു. അവരുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ പോയത്. മുഖ്യമന്ത്രി പോയി കണ്ടതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് ആ WCC
വേറെ കുറച്ച് പേര് ചേർന്ന് ഫെമിനിസ്റ്റുകൾ ചേർന്ന് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള മഞ്ജു വാര്യർക്ക് അതില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള തലയിൽ കണ്ണട വെച്ച അന്നത്തെ ടീമുകളെല്ലാം കൂടി ചേർന്ന് വേറെ റൂട്ട് പിടിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഫെമിനിസ്റ്റുകളുടെ ലക്ഷണമാണോ തലേ കണ്ണാടി? അന്നത്തെ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ലക്ഷ്യം ഫെമിനിസം നല്ലതാണ്, പക്ഷെ ഇവര് ഉദ്ദേശിക്കുന്ന ഫെമിനിസം പുരുഷന്മാരെ അടിച്ചമർത്തുക, അവർക്കെതിരെ എങ്ങനെ പണി കൊടുക്കാം, ഇങ്ങനെയുള്ള ഈ ചിന്താഗതിയിലോട്ട് വന്നപ്പോഴാണ് മഞ്ജു വാര്യർ ഊരിയത്. അങ്ങനെയാണ് മഞ്ജു വാര്യർ അവിടെ നിന്ന് ഊരിപ്പോയത്. മഞ്ജു വാര്യർ ഊരിപ്പോയി, അവർക്ക് നല്ല പടമുണ്ട്, അവർക്ക് അതിനുള്ള കഴിവുകൊണ്ട് അവർ ഇഷ്ടംമാതിരി പടത്തിൽ അഭിനയിക്കുന്നു. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടില്ല? ഇവർ പണിയാൻ നടക്കുകയാണ്. എങ്ങനെ? ഈ പറഞ്ഞതുപോലെ പഴയ നടന്മാര് ഇന്ന് അവരുടെ എന്താ പറയാ, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പഴയ നടിമാരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാത്ത മോഹൻലാലിനെയും ലാലേട്ടനെയും ആ കുറച്ച് പേരുണ്ടല്ലോ. മോഹൻലാലിനെ ചുറ്റിപ്പറ്റി ചില പിടിക്കുന്നേ. മോഹൻലാലാണോ ഈ 15 കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ? ഒരിക്കലും അല്ല. അത് എനിക്കറിയില്ല. 15 ഈ പവർ ടീം എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നോക്കൂ, ഇന്നലെ മാതൃഭൂമിയിൽ ഒരു ചർച്ച, നമ്മുടെ മഹാനായ തിലകന്റെ മകളും ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളായി പങ്കെടുക്കുന്ന ഒരു ചർച്ച, അക്ഷയ നയിക്കുന്ന ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു പേരാണ് നായർ ഗ്രൂപ്പ്, സിനിമയിലെ നായർ ഗ്രൂപ്പ്. ഈ നായർ ഗ്രൂപ്പിന്റെ ആളുകൾ ആരൊക്കെയാ? നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ടേ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ, സുരേഷ് കുമാർ, മണിയമ്പിള്ള രാജു, കെ വി ഗണേഷ് കുമാർ, എം മുകേഷ്, ഇങ്ങനെ അങ്ങോട്ട് തുടരും, പ്രിയദർശൻ, ഇവരൊക്കെയാണ് പഴയ നായർ ഗ്രൂപ്പ്. നായർ ഗ്രൂപ്പ് സിനിമയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് തിരുവനന്തപുരമായിരുന്നു ഈ സിനിമയുടെ കേന്ദ്രം. ഈ സിനിമ പതുക്കെ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് മാറിയപ്പോൾ ഈ നായർ ഗ്രൂപ്പിനേക്കാൾ അപ്പുറത്ത് കേട്ട പേരാണ് മട്ടാഞ്ചേരി മാഫിയ. ഇത് കാലങ്ങളായി ഈ പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പിസവും പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. ചിലർ ഭരിക്കും, ചിലർ കണ്ടുകൊണ്ടിരിക്കും, ചിലർ അവരുടെ പണി നോക്കി പോകും. പക്ഷെ കാലം മാറിയതിനനുസരിച്ച് ഈ പറയപ്പെടുന്ന സിനിമയിൽ ഉണ്ടായ മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ പെൺകുട്ടികൾ എങ്ങനെയാ? ഇന്ന് വലിയ രീതിയിലുള്ള പീഡനമൊന്നും കേൾക്കുന്നില്ല. ഇന്നത്തെ കേൾക്കുന്ന പീഡനങ്ങളുടെ പിന്നിലുള്ള കഥ, നമുക്ക് വിജയബാബു കേസൊക്കെ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. തീർച്ചയായും പല പീഡനങ്ങളിലേക്ക് കഥ കേൾക്കുന്നുണ്ട്. ഇന്ന് നോക്കൂ, ഇന്നത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് ആഹാരം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, ശരീരത്തിന്റെ ആവശ്യമാണ് സെക്സ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ ഇക്കാലത്തുണ്ട്. അവർ പരസ്പര സമ്മതത്തോടെ ചിലപ്പം ചെയ്യും, ചിലപ്പം ചെയ്യാതിരിക്കും. ഇനി ഇഷ്ടമല്ലാതെ ഒരുത്തം ചെന്ന് ചൊറിയാൻ നിന്നാൽ കർണക്കുറ്റി കടിയും കൊടുത്ത് വിടും. പിന്നെ മറ്റേ പരിപാടിയുണ്ട്, ഏത് വിജയ് ബാബു കേസ് പോലെ ഉള്ള കേസുകളും ഉണ്ട്. ഇങ്ങനെയുള്ള പെമ്പിള്ളേരും ഉണ്ട്, ഇന്നത്തെ തലമുറയിലും ഉണ്ട് കുഴപ്പക്കാർ. പക്ഷെ അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി. ഒരു ഇടക്കാലത്ത് നായിക സങ്കല്പം തന്നെ ഇല്ലാതായിപ്പോയി. ഞാൻ അവിടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സിനിമയിൽ സ്ത്രീകളില്ലെങ്കിലും സിനിമ ഹിറ്റാവുന്നു. നോക്കൂ, അടുത്തിറങ്ങിയ ആവേശം, രോമാഞ്ചം, മഞ്ഞുമൽ ബോയ്സ്, ഇങ്ങനെയുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ സ്ത്രീകളേ ഇല്ല. ആകെയുള്ളത് 1-2 അമ്മ വേഷങ്ങൾ മാത്രമാണ്. അത് അവരെ ഭംഗിയായിട്ടവിടെ പെണ്ണ് പിടിക്കാനും കള്ളു കുടിക്കാനും വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് 2 കഥാപാത്രങ്ങൾ എഴുതി പിടിപ്പിക്കാൻ വലിയ തെറ്റൊന്നുമില്ല. ഈ പോകുന്ന ഗ്യാങ്ങിൽ 2 പെമ്പിള്ളേരായ തെറ്റിപ്പോവും. ഈ പറയപ്പെടുന്ന മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ പോകുന്ന സംഘത്തിൽ 2 പെൺകുട്ടികളായി കഴിഞ്ഞാൽ പറ്റത്തില്ല. ആവേശത്തിലും രോമാഞ്ചത്തിലും അവരുടെ കൂട്ടുകാരായിട്ട് 2 പെൺകുട്ടികളെ അവർക്ക് കാസ്റ്റ് ചെയ്യും. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നുള്ള. അപ്പോൾ ഈ സ്ത്രീ സമത്വം വേണം എന്ന് ആവശ്യപ്പെടുന്ന ചേച്ചിമാര്, നായികമാര്, സിനിമാ പ്രവർത്തകർ, ഇവര് വിത്ത് റെസ്പെക്ട് ഞാൻ പറയാണ്, എന്തുകൊണ്ടാണ് ഇവര് സിനിമ ചെയ്യാത്തത്? ഞാനും അതാ പറഞ്ഞു വരുന്നത്. ഒട്ടനവധി നോക്കൂ, നമ്മുടെ മുന്നിൽ സാൻഡ്രയെ പോലെ ഒക്കെ ഉള്ള പ്രൊഡ്യൂസർമാർ നമ്മുടെ മുന്നിലുണ്ട്. നല്ല സിനിമകൾ ചെയ്ത് വിജയിപ്പിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വനിതാ പ്രൊഡ്യൂസർമാരുണ്ട്. പക്ഷെ സംവിധായകരുടെ പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ പേരെടുത്ത് എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ വരുന്ന ഒരൊറ്റ പേരുള്ള അഞ്ജലി മേനോൻ. അവരും ചുരുക്കം ചില സിനിമകൾ ചെയ്തുള്ളൂ. പിന്നെ നമ്മുടെ പുഴുവിന്റെ സംവിധായകർ, ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ 1-2 പേരുകളെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന സമത്വം വേണമെന്ന് പറയാൻ ആൺമേൽക്കോയ്മ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവർ പടം ചെയ്യും, ആണുങ്ങളെ അവർ കൊണ്ടുവരട്ടെ? ഞാനും പറയുന്നതാണ്. ഇവര് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 30% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ 30%, 50%, ഇനി 99%, 100% ആയിക്കോട്ടെ. അവരാദ്യം കാശ് മുടക്കി സ്വന്തം ഈ അഭിനയിച്ച് കിട്ടുന്നതോ അല്ലെങ്കിൽ അവർ ബിസിനസ് ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ ഇവരങ്ങോട്ട് ഇറങ്ങി കളിക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം. അവരിൽ നിന്ന് നല്ല തലയുള്ളവരെ കണ്ടെത്തി ഡയറക്റ്റ് ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം. എന്താ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ അറിയത്തുമില്ല. ഈ പുരുഷന്മാര് അവരെവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടായിരിക്കും കോടികൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അതിനെ തിന്ന് പുട്ടടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ സെറ്റിൽ കിടന്ന് റോളും കാണിച്ച് കുഴപ്പങ്ങളും കാണിച്ച് ഷൂട്ടും മുടക്കി അവരെയൊക്കെ പീഡന കേസിലും പ്രതിയാക്കുന്ന ഇതുപോലുള്ള സ്ത്രീകളെ ഇവർക്ക് വേഷമല്ല, ഇവർക്ക് നല്ല മടല് വെട്ടി അടിയും കൊടുത്ത് പുറത്താക്കി വിടണം ഇതിനെയൊക്കെ. കാര്യം പുരുഷന്മാരെ വെച്ചെടുത്താലും പടം വിജയിക്കും. ഒരു നടിയില്ലാതെ വിജയിപ്പിക്കാൻ ഇവിടെ കഴിവുള്ള ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും മറ്റ് ടെക്നീഷ്യന്മാരും നിലവിലിവിടെ ഉണ്ട്. അവരാദ്യം ഇവരുടെ ഇടയിൽ നിന്ന് ഇവര് കണ്ടെത്തണം. കാണാനൊരു ഗുമ്മുണ്ടാവണ്ടേ? ഏത് സിനിമയൊക്കെ കണ്ടിരിക്കാനൊരു. അതാണ് ഞാൻ ഇന്നലെ വേറൊരു ചാനലിന് ഞാൻ പറഞ്ഞ കാര്യം. ഒറ്റ എണ്ണം കാണില്ല, സ്ത്രീകൾ പോലും കാണില്ലല്ലോ ഇവരൊരു പടം എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ പറയാം.
ആര് കാണും? അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സ് നമ്മളെല്ലാം പോയി കണ്ടതല്ലേ? ഓ, ഇത് അപൂർവമായിട്ടൊക്കെ ചെന്ന് കുരുട മാവിൽ എറിഞ്ഞ പോലെ ഒന്ന് കിട്ടുന്നതല്ലേ? അവരുടെ മഞ്ചാടിക്കുരു ഞാൻ പറയുന്ന ഇവരുടെ ഇടയിൽ നിന്ന് ഒത്തിരി ഒരു അഞ്ജലി മേനോൻ നിന്നാ മതിയോ? ഒത്തിരി പേര് വരട്ടെന്നേ, അപ്പോഴറിയും പുളിപ്പ് എന്താണെന്നുള്ളത്.